ഈ വർഷം തന്നെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വ്യക്തമാക്കി. തനിക്കെതിരെ വധശിക്ഷ വിധിക്കപ്പെടുകയും തന്റെ പാർട്ടിയായ അവാമി ലീഗിനെ രാജ്യത്ത് നിരോധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഹസീനയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം. NDTVക്ക് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു പ്രതികരണം. തന്റെ മടക്കം അധികാരമോഹത്തിനു വേണ്ടിയല്ലെന്നും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ രാഷ്ട്രീയാവകാശങ്ങൾ, ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയുടെ പുനഃസ്ഥാപനത്തിനായാണെന്നും അവർ പറഞ്ഞു. മരണത്തെ ഭയക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെയും പിന്നീട് നടന്ന വ്യാജ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന BJP സർക്കാരിനെയും ഹസീന നിശിതമായി വിമർശിച്ചു. രാജ്യത്ത് ഇന്ന് ജനാധിപത്യവും നിയമവാഴ്ചയുമില്ലെന്നും സാമ്പത്തിക നില തകരുന്നുവെന്നും അവർ ആരോപിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ഹസീന അപലപിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് അവർ വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ അടിസ്ഥാന കടമയാണെന്നും ഇത് ദക്ഷിണേഷ്യയുടെ തന്നെ സ്ഥിരതയെ ബാധിക്കുന്ന വിഷയമാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. അവാമി ലീഗിന്റെ വിലക്ക് നീക്കുന്നതിനായി BNPയുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുവെന്ന വാർത്തകൾ ഹസീന നിഷേധിച്ചു. നീതിയും രാഷ്ട്രീയ അവകാശങ്ങളും രഹസ്യ ഇടപാടുകളിലൂടെ നേടേണ്ടവയല്ലെന്നും അവ ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാണെന്നും ഹസീന പ്രതികരിച്ചു. അടിച്ചമർത്തലുകൾ കൊണ്ട് അവാമി ലീഗിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ജനപിന്തുണയോടെ പാർട്ടി വീണ്ടും ശക്തമായി തിരിച്ചുവരുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസവും ഷെയ്ഖ് ഹസീന പ്രകടിപ്പിച്ചു.